പണം തട്ടിയെടുത്തെന്ന് ദിയയുടെ സഹോദരി അഹാനയ്ക്ക് മുമ്പിൽ കുറ്റസമ്മതം നടത്തുന്ന ആരോപണ വിധേയരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഇവർ മറ്റെവിടേക്കോ മുങ്ങിയതാകാമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതിനുശേഷം പോലീസ് 2 തവണ വിളിച്ചു, വന്നില്ല. 3ാമത്തെ തവണ വീണ്ടും വിളിച്ചു, അപ്പോഴേക്കും മുങ്ങി. അല്ല, ഈ ചേച്ചിമാരുടെ വക്കീലൂടെ പോയി, ഇനി അയാൾ മുങ്ങിയോ? പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാവുന്നാണല്ലോ പഴമക്കാര് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം. ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ദിയ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ദിയ ഇഷ്യൂസിന് ഒരു കൺക്ലൂഷൻ ഒക്കെ വന്നിട്ടോ. അതായത് ഈ 3 പെൺകുട്ടികളും ചേർന്ന് സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നത് കണ്ടുപിടിക്കുകയും ഏകദേശം 60 ലക്ഷത്തോളം രൂപ ഈ കുട്ടികളുടെ അക്കൗണ്ടിലോട്ട് പോയി എന്നതിനും ഒരു തീരുമാനമായി. പക്ഷേ ഇതൊന്നും അല്ല ഇന്നത്തെ ചർച്ചാ വിഷയം. ഈ പെൺകുട്ടികൾ മീഡിയയ്ക്ക് മുന്നിൽ ഒരു വരവ് വരുന്നുണ്ട് കേട്ടോ. വന്നിട്ട് അശ്വിനെ പറ്റി, അതായത് ദിയയുടെ ഭർത്താവായ അശ്വിനെ പറ്റി വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരു ഉളുപ്പും ഇല്ലാതെ സംസാരിക്കുകയുണ്ടായി. അപ്പോ അതിനുള്ള മറുപടി ദിയ തികച്ച് കൊടുക്കുകയും ചെയ്തു. അത് നമ്മൾ മീഡിയ വഴിയൊക്കെ കണ്ടതാ. പക്ഷേ അതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പോൾ ഈ പെൺകുട്ടികളിൽ ഒരാളായ വിനീതയുടെ ഭർത്താവ് ഇപ്പൊ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു മിനിറ്റ് സംസാരിക്കാം. വിനീതയുടെ ഹസ്ബൻഡാണ്. ആ, വിനീതയുടെ ഹസ്ബൻഡാ? ആ, പറഞ്ഞാട്ടെ. വീട്ടിൽ ചെന്നപ്പോ സംഭവിച്ചത് വീട്ടിലല്ല പോയത്, നമ്മൾ ആദ്യം ഫ്ലാറ്റിലാണ് പോയത്. ഫ്ലാറ്റിൽ നിന്ന് നമ്മൾ ഇവരെ വിളിച്ചെടുത്തോണ്ട് പോവുകയാണ് ചെയ്യുന്നത്. കണ്ടിട്ടൊരു അപലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. അപ്പോൾ എൻ്റെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നിന്റെ ഭാര്യ ഇനി കാണണമെങ്കിൽ പൈസയും കൊണ്ട് വരാതെ നടക്കൂലെന്ന്. അങ്ങനെയാണ് നമ്മളുള്ള സ്വർണ്ണം എല്ലാം വിട്ടിട്ട് അങ്ങോട്ട് പോയി. ഡാർക്ക, നീ വായി തോന്നണമെന്ന് വിളിച്ച് പറയരുത് കേട്ടാ. ഈ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് പോലീസിൽ എന്താ പരാതി പറയാതിരുന്നത്? നിങ്ങളെ അവിടെ നിന്ന് വിട്ടല്ലോ. പരാതി പേടല്ലെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ജീവനോടെ കാണണമെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിടിച്ചു നായപ്പോ പുതിയ അടവുമായി വന്നിരിക്കുന്നു. ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഒരു യൂണിഫോമും ഇല്ലാതിരുന്ന പോലീസാന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് വിശ്വസിക്കുക ഇല്ല. കാരണം അത്രയും പിടിപാടുള്ള ആളുകൾ കൂടെ വരുമ്പോൾ നമ്മൾ കൃഷ്ണകുമാറിന്റെ കൂടെയാണ് അയാൾ വന്നത്. അയാൾ പറയുന്നുണ്ടായിരുന്നു കേന്ദ്രത്തിൽ എന്താ പോലീസാണെന്ന് പറഞ്ഞു. വിശ്വസിക്കില്ല എന്നറിയാം, എന്നാലും ഒന്ന് വിശ്വസിക്കും പ്ലീസ്. അങ്ങനെയാണ് അയാളാണ് എല്ലാം ഭീഷണിപ്പെടുത്തി നമ്മളെല്ലാം ചെയ്യിപ്പിച്ചത്. എന്നെ മർദ്ദിക്ക് വരെ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി തന്നെ ഡിഒ വന്നിട്ട് ദിവ്യ എന്ന് പറയുന്ന കൊച്ചിൻ്റെ പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെയും സ്റ്റോറി ഇടും, ന്യൂസിലിടും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും 2000 രൂപ അഡീഷണൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനുശേഷമാണ് നമ്മൾ പോയി കേസ് ഇതായിട്ട് കൊടുത്തത്. മനസ്സിലായി. എടാ, നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പ് ഉണ്ടോ? നിങ്ങളാണോ അന്ന് രാത്രി വീണ്ടും കൃഷ്ണകുമാറിനെ വിളിച്ചത്? നമ്മൾ അന്ന് ഞാനാണ് വിളിച്ചത്. അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു കൊടുത്തതിന് ഒരു റിസിപ്റ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. അന്ന് അപ്പോൾ പറയുന്നത് നമ്മൾ ഭീഷണിപ്പെടുത്തി. ഒരു കുടുംബത്തിലെ ഒന്ന് ഇങ്ങനെയാ, എന്നാലും എങ്ങനെയാടാ എല്ലാരും ഇങ്ങനെ ആയിപ്പോയത്? ഈ ചേച്ചിമാരുണ്ടല്ലോ, മീഡിയയ്ക്ക് മുന്നിൽ വളരെ ഘോരമായിരുന്നു പ്രസംഗിച്ചത്. അത് നമ്മളെല്ലാരും കണ്ടതുമാണല്ലോ. അതിനുശേഷം പോലീസ് 2 തവണ വിളിച്ചു, വന്നില്ല. 3ാമത്തെ തവണ വീണ്ടും വിളിച്ചു, അപ്പോഴേക്കും മുങ്ങി. അല്ല, ഈ ചേച്ചിമാരുടെ വക്കീലൂടെ പോയി, ഇനി അയാൾ മുങ്ങിയോ? പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാവുന്നാണല്ലോ പഴമക്കാര് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം. നടൻ കൃഷ്ണകുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കൗണ്ടർ കേസിൽ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിനായി സ്റ്റേഷനിൽ ഹാജരാകാൻ പല തവണ ആവശ്യപ്പെട്ടിട്ടും പരാതിക്കാരിൽ 2 പേർ ഇതുവരെയും സ്റ്റേഷനിലെത്തി മൊഴി നൽകിയിട്ടില്ല. ഇവരെ അന്വേഷിച്ച് വലിയതുറയിലെ വീടുകളിൽ പോലീസ് സംഘം എത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇവരുടെ മൊബൈൽ ഫോണുകളിൽ ബന്ധപ്പെടുമ്പോഴും പ്രതികരണം ഉണ്ടാകുന്നില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പണം തട്ടിയെടുത്തെന്ന് ദിയയുടെ സഹോദരി അഹാനയ്ക്ക് മുമ്പിൽ കുറ്റസമ്മതം നടത്തുന്ന ആരോപണ വിധേയരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഇവർ മറ്റെവിടേക്കോ മുങ്ങിയതാകാമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ആരും ഇത്തരത്തിലുള്ള കള്ളത്തരത്തിലോട്ട് പോകരുത്, കള്ളത്തരം ചെയ്യരുത്. അത്രേ എനിക്കൊക്കെ പറയാനുള്ളൂ. അപ്പോൾ താങ്ക് യു ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.